സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്തംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്രത്തിൻ്റെ 19ാമത്തെ സൂത്രത്തിൻ്റെ പരിസമാപ്തിയാണിന്ന്. സുഖേകത്വാദ് എന്നുള്ളതാണ് നമ്മുടെ സൂത്രം. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വമാണ് ഗുരു 4 അക്ഷരങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നായിരുന്നു. ഗുരുവിൻ്റെ കൃതികളിൽ സുഖത്തെ പറയുന്നത് എവിടെയാണ്? അപ്പോൾ 1-2 പേരെന്നെ വിളിച്ചു. അവർ പറഞ്ഞത് ഗുരു സുഖത്തെക്കുറിച്ച് പറയാത്ത ഒരു ശ്ലോകം പോലും ഇല്ല. പ്രത്യക്ഷത്തിൽ സുഖം എന്ന വാക്കവിടെ ഉപയോഗിച്ചില്ലെങ്കിലും എല്ലാം ആ ആത്മശാന്തിക്ക് വേണ്ടിയാണ് എന്ന ആശയത്തെ കുറിക്കുന്നതാണ് ഗുരുവിൻ്റെ കൃതികളെല്ലാം. അതായത് ആത്മാന്വേഷണത്തിൻ്റെ ഒരു വാങ്മയ വിസ്ഫോടനം തന്നെയാണ് ഗുരുവിൻ്റെ കൃതികളാകെ. ഒരു മനുഷ്യനെ, ദുഃഖത്തിൽ അലയുന്ന ഒരുവനെ ശാന്തിയുടെ തീരത്തിലേക്ക്, സുഖത്തിൻ്റെ തീരത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഗുരു സ്വകൃതികളിലൂടെ ചെയ്യുന്നത്. ആശാൻ ഗുരുസ്തവത്തിൽ പറഞ്ഞ പോലെ, മൊഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പൂ, സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടിയിഴപ്പൂ. വെറുതെ അല്ല, സ്നേഹമാകുന്ന ചരടുകൊണ്ടാണ് ഗുരു ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗുരു നമുക്ക് തന്ന സുഖേകത്വാദ് എന്ന സൂത്രം, അതിൽ കുറച്ച് ഭാഗം ഒന്ന് ചിന്ത ചെയ്തു. നമ്മൾ ഭൗതികത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം തന്നെ ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഭൗതിക ജീവിത ചര്യയിൽ നമ്മൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സുഖങ്ങൾ, അത് വലിയ സുഖമാണെന്ന് കരുതി നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മൾ അനുഭവിക്കേണ്ട, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ട ആ സുഖത്തിൻ്റെ ഒരു കണം മാത്രമാണ് എന്ന് ഗുരുവിൻ്റെ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ പറയുന്ന സ്ത്രീമിത്ര ശതകമൊക്കെ നമ്മൾ കോട്ട് ചെയ്തിരുന്നു. ഏകദേശം നമുക്ക് ഈ സുഖം എന്നത് എന്താണ് എന്ന ഒരു ആശയം ഈ ഒരു സൂത്രം വിചാരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മളെ സുഖം എങ്ങും കിട്ടാതെ ഓടുന്നവരാണ്. എന്ത് ചെയ്തിട്ടും ശാന്തിയില്ല, സമാധാനമില്ല. എവിടെ ശാന്തി കിട്ടും, സമാധാനം കിട്ടും എന്ന് കരുതിക്കൊണ്ട് പുറത്തൊരു ലോകമുണ്ട്. ഈ ആത്മസുഖത്തിലൊക്കെ ഇരിക്കുന്നവരുടെ അപ്പുറത്തൊരു ലോകമുണ്ട്. ഒന്നിനും സമാധാനം കിട്ടുന്നില്ല. എവിടെ പോകണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ആത്മീയതയിലേക്ക് വരാനോട്ട് തയ്യാറാകുന്നുമില്ല. ആത്മീയതയിൽ എല്ലാത്തിനും ഉണ്ട് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ശങ്കര ഗുരുവിൻ്റെ മനീഷാ പഞ്ചകം എന്നൊരു കൃതിയിൽ പറയുന്നുണ്ട്, ഏത് സൗഖ്യാംബുധി ലേശലേശതഃ ഇമേ ശക്രാതയോ നിർവൃതാഃ. യത് സൗഖ്യാംബുധി ലേശലേശത ഇമേ ചക്രാതയോ നിർവൃതാഃ. യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ. യസ്മിൻ നിത്യസുഖാംബുധോ ഗളിതധീർ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ്. സ ചണ്ഡാലോസ്തു സതു ദിജോസ്തു ഗുരുരുത്യേഷ മനീഷാ മമ എന്നുള്ള നമ്മൾ അവിടെ അന്വയിച്ചെടുക്കുകയാണ്. അതായത് ഈ സുഖസമുദ്രത്തിൻ്റെ, ഇത് സൗഖ്യ അമ്പൂതി, അമ്പൂതി എന്ന് പറഞ്ഞ സമുദ്രമാണ്. ഈ സുഖസമുദ്രത്തിൻ്റെ, ഈ ആനന്ദക്കടലിൻ്റെ ലേശലേശത, അല്പം പോലും നുണഞ്ഞ, അല്പം പോലും അനുഭവിച്ച ശക്രാദികൾ, ഇന്ദ്രാദി ദേവന്മാർ. ദേവേന്ദ്രനാണെങ്കിലും ആത്മാനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്കൊന്നും എത്താത്തത് കൊണ്ട് പല സമയങ്ങളിലും പതിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് സത്യസാക്ഷാത്കാരം ചെയ്ത ഒരു മുനിയുടെ പാദങ്ങളിൽ അഭയം തേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശാപത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് നമ്മൾ ഇന്ദ്രൻ അലയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ
ദേവന്മാര് പോലും ആ പരമഗുരുവിൻ്റെ മുൻപിൽ തല കുനിച്ച് നിൽക്കും എന്നുള്ളൊരാശയമാണ് ശങ്കരഗുരു ഇവിടെ വയ്ക്കുന്നത്. ആ സുഖസമുദ്രത്തിൻ്റെ ലേശലേശത ഒരു ലേശം നുകർന്നാൽ പോലും ഇമേ ഈ ശക്രാദയോ നിർവൃതാഹ, ഇന്ദ്രാദി ദേവന്മാർ പോലും നിർവൃതരായി മാറുന്നു. കാരണം അവർ സഗുണമൂർത്തികളാണല്ലോ. അപ്പോൾ ഗുണക്കടൽ കടന്ന മൂർത്തികളാണ് ഗുരുക്കന്മാർ. ഒരു വ്യക്തിയുടെ ആരാധനയിൽ ഏറ്റവും പരമമായ സർവശ്രേഷ്ഠമായ ഗുരു ആരാധനയിൽ ഒരു വ്യക്തി എത്തണമെങ്കിൽ ആ വ്യക്തി ആത്മീയമായി ഒത്തിരി ഉണർന്നിരിക്കണം. അപ്പോൾ അല്ലാത്തവർ ഒരു മൂലയെ ഗുരുവിനെ വെക്കുകയും ചെയ്യും, അല്ലാതെയിലേക്ക് ഓടുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ തത്വം അറിയാത്തതുകൊണ്ട്, ഗുരുതത്വം നേരായ രീതി അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഗുരു നമുക്കൊരു അലങ്കാരമായിട്ട് വെക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നാലുപാടും ഓടിക്കൊണ്ട് നടക്കും. കാരണം പക്ഷെ അത് ഒന്ന് ഓടാനായിരിക്കും ചില ആളുകൾക്ക് വിധി. പക്ഷെ അത് ആ ശരിയായ തത്വത്തിലേക്ക് എത്താനുള്ള ആ ഒരു അറിവിലേക്ക് എത്താനും പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഓടുമ്പോഴും നമ്മൾ അറിയണം എല്ലാത്തിൻ്റെയും പൊരുൾ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഗുരുതത്വത്തിലേക്ക് നമ്മൾ സർവ്വസമർപ്പണം ചെയ്യുമ്പോൾ ഈ ദേവന്മാരുടെ എല്ലാ പൊരുളും നമുക്ക് തെളിയിച്ചു തരും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരികയാണ്, ആ ആനന്ദ സമുദ്രത്തിൻ്റെ ഒരു അല്പം മാത്രം നുണഞ്ഞ ഇന്ദ്രാദി ദേവന്മാർ പോലും നിർവൃതരായി എന്ന് പറഞ്ഞാൽ എന്താ? സുഖം അനുഭവിച്ചു. യശ്ചിത്തേ നിതരാം പ്രശാന്തകലനയിൽ യദ്വാ മുനിർ നിർവൃത. യാതൊരു ചിത്തത്തിലാണോ, യാതൊരു ഈശ്വരനെ, യാതൊരു ബ്രഹ്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ടാണോ പ്രപഞ്ച ഉപശമം വന്ന് സാംസാരികമായ ദുഃഖങ്ങളും വാസനകളും എല്ലാം അടക്കം വന്ന സത്യദർശികളായ സന്യാസിമാർ, മുനിമാർ യാതൊന്നിലാണോ നിർവൃതരായിരിക്കുന്നത്? അപ്പൊ ആദ്യം ഇന്ദ്രാദി ദേവകളെ പറഞ്ഞു, പിന്നെ മുനിമാരെ പറഞ്ഞു. മുനിമാരെങ്ങനെയാന്ന് വെച്ചാൽ പ്രപഞ്ചോപശമം വന്നു, വാസനകളറ്റു, അവരുടെ ചിത്തം ആ പരമാത്മ സ്വരൂപത്തിൽ ലയിച്ച് നിർവൃതരായിരിക്കുന്ന ആ മുനിമാരും ആ ആനന്ദത്തെയാണ് അനുഭവിക്കുന്നത്. എന്നിട്ട് അടുത്ത വരിയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. യസ്മിൻ നിത്യസുഖാംബുദോ ഗളിതദീഹി. ഇത്തിരി നേരം ഇത്തിരി സുഖമല്ല. ഒരു ഗുരു സ്വരൂപം എന്താന്ന് വെച്ചാൽ ആ നിത്യസുഖ സമുദ്രത്തിലേക്ക്, നിത്യസുഖാംബുതിയിലേക്ക് ഗളിതം മുങ്ങി ഒരു ദൈവദശത്തിൽ വാഴണം അല്ലേ? ആ ആണ്ട് മുങ്ങിയിട്ട് അവിടെ വാണം. അവിടെ തന്നെ പുനരാവൃത്തിയില്ലാതെ അവിടെ തന്നെ ആ സുഖമായി മാറിയ ഉപ്പുപാവ വെള്ളത്തിലേക്ക് കടലിലേക്ക് പോയി ഉപ്പായി മാറിയതുപോലെ ആ സുഖസമുദ്രത്തിൽ ലയിച്ച ആ സുഖസ്വരൂപികളായ ഗുരുക്കന്മാർ യസ്മിൻ നിത്യസുഖാംബുദവും ഗളിതദീഹി, മുങ്ങിയവരെ എന്താ വിളിക്കേണ്ടേ? ബ്രഹ്മൈവ. അതുകൊണ്ടല്ലേ ശിവലിംഗദാസ സ്വാമികൾ വിളിച്ചു ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. അറിഞ്ഞവരാ വിളിക്കണം അങ്ങനെ അല്ലേ? അപ്പൊ അറിയാത്തവർക്ക് നമുക്ക് ഗുരു എന്താന്ന് അറിയാത്തവർ നമ്മൾ എന്ത് ചെയ്യും? കൊച്ചു കാര്യങ്ങൾ തേടി നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ അലച്ചിലൊക്കെ നിന്നു. പിന്നെ നമ്മൾ ഏത് അവസ്ഥയിലേക്കാണ് എത്തേണ്ടത് ആ അവസ്ഥയിലേക്ക് നമ്മളെ മെല്ലെ വലിച്ചടുപ്പിക്കും. അതാണ് ഒരു മനുഷ്യൻ എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഗുരുവിന് പറ്റും. ഈ സംസാര സാഗരം കടത്താൻ ഒരു ഗുരു വേണം. ആ ഗുരുപാദ പൂജയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് അപ്പോൾ പറയാണ് ആ നിത്യസുഖാംബുതിയിൽ മുങ്ങിയവരെ ബ്രഹ്മം എന്നാണ് പറയണത്, ബ്രഹ്മവിത്ത് എന്നല്ലാന്ന്. നോക്കൂ, ഇപ്പം ഇവിടെ നമ്മൾ ഗുരു ബ്രഹ്മവിത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ഗുരുവിൻ്റെ ദർശനമാലയിലെ യോഗ ദർശനത്തിലെ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു മുനി അല്ലെങ്കിൽ ഒരു യോഗി എങ്ങനെയാണോ ആത്മസാക്ഷാത്കാരം നേടുന്ന ആ യോഗിയുടെ അവസ്ഥകൾ പല രീതിയിൽ ബ്രഹ്മവിത്തെന്നും ബ്രഹ്മവിദ് വരനെന്നും ബ്രഹ്മവിദ് വരിഷ്ഠനെന്നും ബ്രഹ്മവിദ് വരീയ എന്നൊക്കെ പറഞ്ഞ് ഗുരു തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ബ്രഹ്മവിത്തിന്റെ ലക്ഷണം ഗുരു പറഞ്ഞ ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവമുദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത എന്ന് പറയുന്നു. കർമ്മമുണ്ട് ബ്രഹ്മവിത്തിന്. ബ്രഹ്മത്തിൽ അറിഞ്ഞ ആ ഗുരു സത്യസ്വരൂപി സർവകർമ്മങ്ങളെയും ജ്ഞാനാഗ്നിയിൽ ലയിപ്പിച്ചിട്ട്
കർമ്മങ്ങളുടെ തത്വം അറിഞ്ഞിട്ട്, കർമ്മം തൻ്റെ അല്ലെന്നും ആ പ്രകൃതിയിൽ നടക്കുന്നതാണെന്നും അറിഞ്ഞുകൊണ്ട് കർമ്മത്തിൻ്റെ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഏറ്റെടുക്കാതെ ആ തൻ്റെ മുന്നിൽ വന്ന കർമ്മങ്ങളെ ക്രിയാകലാപങ്ങളില്ലാതെ, വിലാപങ്ങളില്ലാതെ, പരിദേവനങ്ങളില്ലാതെ, പരിഭവമില്ലാതെ ആ സമർപ്പണം ചെയ്യുന്നു. ഒന്നുമില്ല, ഒന്നും തിരിച്ചു പറയില്ല. ആ തൻ്റെ മുന്നിൽ വന്ന കർമ്മങ്ങളെല്ലാം ആ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട്, ജ്ഞാനാഗ്നിയിൽ ആ കർമ്മങ്ങളെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമപുരുഷനെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയണമെന്ന് ഗുരു തന്നെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആചാര്യസ്വാമികൾ പറയാണ്, ആ സുഖസമുദ്രത്തിൽ മുങ്ങിയവരെ ബ്രഹ്മവിത്ത് എന്നല്ല പറയേണ്ടത്, ബ്രഹ്മം എന്ന് തന്നെയാണ് പറയേണ്ടതെന്ന്. അവർ സുഖസ്വരൂപികളാണ്. ഇവിടെ അങ്ങനെയുള്ള ആ ഗുരു സ്വരൂപികള് അവന് ആരായിക്കൊള്ളട്ടെ, ചണ്ടാല കുലത്തിൽ ജനിച്ചവനായിക്കൊള്ളട്ടെ, ബ്രാഹ്മണനായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, അവനാണ് എൻ്റെ ഗുരു. ആ സത്യം അറിഞ്ഞവനെയാണ് ഗുരുവാക്കേണ്ടത്. ഇപ്പം നമ്മള് വാത്മീകി മഹർഷി കാട്ടാളനായിരുന്നില്ലേ? കാട്ടാളൻ എങ്ങനെയാ ഋഷിയായത്? ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കി അവിടെ ജ്ഞാനത്തിന്റെ വെളിച്ചം വീശി ആ ആത്മപരിവർത്തനം വന്നപ്പോൾ കാട്ടാളൻ ആരായി മാറി? ഋഷിയായി മാറി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, മഹാ ഗുരുക്കന്മാരെ എന്താ പറയുക, പരബ്രഹ്മ സ്വരൂപികളായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അവർക്ക് രൂപമുണ്ട്, പക്ഷെ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് അവർ ഈ ലോകത്തേക്ക് വരുന്നത് ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഗുരുവിനെ നമുക്ക് പൂജിക്കാനോ ആരാധന ചെയ്യാനോ തത്വം അറിയാനോ കിട്ടിയവർ ജന്മാന്തര സുഹൃതികളാണ്, അതിന് സംശയമില്ല. അപ്പോൾ നമ്മൾ കേവലം ഒരു ദേവതയെ മാത്രം ആരാധിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നുപോയില്ലല്ലോ. ഈ ദേവതകൾക്കെല്ലാം പരമകാരണമായിരിക്കുന്ന ഒരു ഗുരുപാദങ്ങളിലേക്ക് നമുക്ക് അഭയം തേടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ജന്മം. അതിൽ പറയാൻ എന്താ വേണ്ടേ? ഈ മനീഷാ പഞ്ചകം കുമാരനാശാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വളരെ ഭംഗിയായിട്ട്, എനിക്ക് തോന്നുന്ന ശങ്കരഗുരുവിൻ്റെ രചനയെക്കാളും ടഫായിട്ടാണ് ആശാൻ്റെ മലയാളം. വളരെ ടഫ് മലയാളമാണ് ആശാൻ്റെ, വളരെ സ്റ്റാൻഡേർഡ് മലയാളമാണ്. അതിങ്ങനെയാ പറയുന്നത്. പിന്നെ മനീഷാ പഞ്ചകം, ഏതാനന്ദാംശ ലേശം തടവീഹ സുഖിക്കുന്നു വൃന്ദാരകന്മാർ, ആത്മാവതിലിയലുകയായി യോഗിമാർ നിർവൃതന്മാർ, ഏതാനന്ദാർണവത്തിൽ ഗളിതമതി പരബ്രഹ്മമാം ബ്രഹ്മവിത്തല്ലേതാളായാലും ഇന്ദ്രിയാർച്ചിത പദനവനാം ഇമ്മതം സമ്മതം. നോക്കൂ ആശാന്റെ ഭാഷ, ആശാന്റെ പദസമ്പത്ത് കണ്ട ഗ്രേറ്റ്. അപ്പം ഞാൻ ചുമ്മാ വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇപ്പൊ സംസ്കൃത ഭാഷ ആയതുകൊണ്ട് എനിക്ക് ശങ്കരഗുരുവിന്റെ ശ്ലോകം കാണുമ്പോൾ അതാ എളുപ്പം മനസ്സിലാവുന്നത്. ഇത് മലയാളം ഡിക്ഷണറി നോക്കേണ്ടി വരും, അത്ര ടഫാണ് ആശാന്റെ ഭാഷ. മനീഷാ പഞ്ചകം ആശാൻ രചിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ സുഖസ്വരൂപമായി നമ്മൾ ഒരിക്കൽ കരുതിയിരുന്ന വസ്തു കുറെ കഴിയുമ്പോൾ നമുക്ക് ദുഃഖ വസ്തുവായിട്ട് മാറും. കാരണം ആഗമാപായികളും അനിത്യങ്ങളുമാണ് ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക സുഖങ്ങൾ. ആഗമാപായി എന്ന് പറഞ്ഞാലോ വരികയും പോവുകയും ചെയ്യുന്ന സ്വഭാവമുള്ളതാണ് ഏതിനാ? ഈ പ്രാപഞ്ചിക സുഖങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അത് അനിത്യവുമാണ്. ആഗമാപായികളുമാണ്, അനിത്യവുമാണ് പ്രാപഞ്ചിക സുഖങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കുറച്ച് വർഷം മുമ്പോ അല്ലെങ്കിൽ ഇനി കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ പോലും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കരുതിയിരുന്ന വസ്തു, ആ സുഖം മാറി ഇപ്പോൾ നമുക്ക് മറ്റൊരു വസ്തുവിലേക്കാണ്. അങ്ങനെ പ്രാപഞ്ചിക വസ്തുക്കൾ, ആ ഉപാധികളെല്ലാം മാറും. പക്ഷെ ആത്മസ്വരൂപമായ ആ സുഖത്തിനൊരിക്കലും, ആത്മാവിൻ്റെ സുഖസ്വരൂപത്തിനൊരിക്കലും മാറ്റം വരില്ല. ഉപാധികൾ മാറും. അപ്പോൾ ഭൗതികതയിൽ നമ്മൾ ഏത് സുഖം തേടുമ്പോഴും അത് മാറ്റമുള്ളവയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ശുഭഫലമായ സുഖമോ അശുഭഫലമായ ദുഃഖമോ ഗൗനിക്കാതെ ഞാൻ ആത്മാരാമനായി ഇരിക്കുന്നു എന്ന് അഷ്ടാവക്ര ഗീതയിലെ സുഖത്തെക്കുറിച്ചുള്ള സംസാരമാണ്. അവസാന ഭാവം 13ാം അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അഷ്ടാവക്ര മുനിയും ജനക മഹാരാജാവും തമ്മിലുള്ള സംസാരമാണ്. സുഖം എന്നൊരു അധ്യായം തന്നെയുണ്ട്. അപ്പോൾ പറയാണ്, സുഖം വന്നാലും ദുഃഖം വന്നാലും ശുഭപര്യവസായി ആയാലും അശുഭപര്യവസായി ആയാലും ഞാൻ അതിലൊന്നിലും പെടാതെ ആത്മാരാമനായി വർത്തിക്കുന്നു എന്നാണ് ഈ ഗുരുക്കന്മാരുടെയും മുനിമാരുടെയും ഒക്കെ അനുഭവങ്ങൾ. പക്ഷെ നമ്മളൊക്കെ എത്ര ശ്രമിക്കുമ്പോഴും
ശ്രമിച്ചാലും വാസനയുടെ അല്ലെങ്കിൽ മായയുടെ ആ കാഠിന്യം ഉള്ളത് കൊണ്ട് എത്രയൊക്കെ നമ്മൾ തത്വം പറഞ്ഞാലും പല സമയങ്ങളിൽ നമ്മൾ മനസ്സ് പിടിവിട്ടു പോകും, അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു, നല്ല ധ്യാനവും ഗുരുവിൽ ഉറച്ച ഭക്തിയും വിടാതെയുള്ള ഭക്തി, അനുസന്ധാനമാണ് ഭക്തി എന്ന് ഗുരു പറഞ്ഞില്ല. ആത്മാനുസന്ധാനം, നിരന്തരമായ ഭക്തി നമ്മളെ ആ മനസ്സിൻ്റെ മായയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം അതുകൊണ്ടാണ് കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറയാൻ കാരണം അതാ. നമ്മൾ കാണുന്നതല്ലേ പുറം ലോകം എത്ര ഭയാനകവും എത്ര ഭീകരവുമാണ് മനുഷ്യൻ്റെ മനസ്സുകളെന്ന്. വല്ലാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ കടന്നുകയറ്റം കൊണ്ട് മനുഷ്യൻ്റെ ഭൗതിക ജീവിതം തന്നെ ഇല്ല, അവർക്ക് ഒന്നുമില്ല ജീവിതം. അവരെയൊക്കെ ഉള്ളിൽ ജീവിതത്തിൽ മൂല്യങ്ങളെന്ന് പറയാൻ അവർക്കൊന്നുമില്ല. ഇന്ന് അതിലും വലിയൊരു പതനത്തിലേക്കാണ് ഇന്ന് കാലം നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ കലിയുഗത്തിൽ ഇത്രയും പേരൊക്കെ ഇവിടെ കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുരു കടാക്ഷം കിട്ടിയവർക്കൊക്കെ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു, ബ്രഹ്മസ്വരൂപമായ ആനന്ദത്തെ വേദം ഉറക്കെ ഉദ്ഘോഷിക്കുന്നുണ്ട്. ആ ആനന്ദത്തെയാണ് ഗുരു സുഖൈകത്വാദ് എന്നുള്ള സൂത്രം കൊണ്ട് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. തൈത്തിരീയ ഉപനിഷത്തിൽ ഇതിനെ പറയുന്നത് എന്താണെന്നറിയോ? രസോ വൈ സഹ എന്നാണ്. രസോ വൈ സഹ, രസം എന്ന് പറയുന്നത് സുഖത്തിനെയാണ് പറയണത്. തൈത്തിരീയ ഉപനിഷത്തിൽ 2-ാം അധ്യായത്തിൽ 7-ാം ഖണ്ഡത്തിൽ ആനന്ദത്തെ പറഞ്ഞ രസോ വൈ സഹ, ആ പരമാത്മാവ് തന്നെയാണ് രസം അഥവാ ആനന്ദം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരു, ഞാൻ എന്തിനാ ഉപനിഷത്ത് കോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഗുരു വെറുതെ ഇങ്ങനെ സുഖൈകത്വാദം എന്നുള്ളൊരു സൂത്രം എഴുതിയതല്ല. അനേകം ഉപനിഷത്തുക്കളുടെ, ഇത് വേദാന്ത സൂത്രം എന്ന കൃതിയുടെ പേര്. വേദത്തിൻ്റെ അന്തമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിലെ തത്വങ്ങളാണ് ഗുരു നമുക്ക് ഓരോ സൂത്ര രൂപത്തിലും തന്നിരിക്കുന്നത്. അപ്പോൾ സുഖൈകത്വാദം എന്നുള്ള സൂത്രം കൊണ്ട് എത്രയോ ഉപനിഷത്തിൻ്റെ തത്വങ്ങളെയാണ് ഗുരു ആ 4 അക്ഷരത്തിലേക്ക് അടക്കി വെച്ച് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് രസോ വൈ സഹ എന്ന് പറയുന്നിടത്ത് രസം ആനന്ദമാണ്. എന്നിട്ട് പറയാണ് രസോഹി ഏവായം ലബ്ധ്വ ആനന്ദീഭവതിയിൽ, ഈ ലോകം ആ രസത്തെ പ്രാപിച്ചിട്ട് ആനന്ദമുള്ളതായി തീരുന്നു. ഇത് ഋഷിമാരുടെ ലോകമാണ് കേട്ടോ, ആനന്ദത്തിൻ്റെ ലോകം. നിത്യവും നിരതിശയവുമായ ആനന്ദം നമുക്ക് കിട്ടണമെങ്കിൽ ബ്രഹ്മാനന്ദത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അത് അനുഭവശാലികളായ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നു. ഇനി നമുക്കിത് കുറച്ച് ലൈഫുമായിട്ട് കണക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കണം. അത് അപ്പോൾ സുഖം എന്നത് ഏകമാണെന്നുള്ള ബേസിക് തത്വമാണ്. അപ്പോൾ നമ്മുടെ ടീച്ചറാണെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോഴും ടീച്ചറിന് ശാന്തതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ എന്തൊക്കെ ഇത് കുറിച്ചെടുക്കാം, എങ്ങനെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശാന്തരായിരുന്നു കേട്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ക്ലാസ്സിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനൊരു അതിൻ്റെ ഒരു സാരം ആരെങ്കിലും കുറച്ചും കൂടിയൊക്കെ സ്പീഡുള്ളവരും ഒക്കെ ആശയം മാത്രം, ഈ സൂത്രത്തിൻ്റെ സാരം എന്താണ്, പിന്നെ അത് ഗുരുവിൻ്റെ കൃതികളിൽ ഏതൊക്കെയാണ്, അത് ആ കൃതിയുടെ പേരും ആ ശ്ലോകം നമ്പർ മാത്രം നോട്ട് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും വായിക്കുമ്പോൾ. കാരണം ഇത്രയും പഠിച്ചു വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒരുവിധമുള്ള എല്ലാവരും ഒന്ന് അത് കുറിച്ച് വെക്കുക, കേട്ടോണ്ടിരിക്കുക. സാരവത്തായി പറയുമ്പോൾ നമുക്കറിയാലോ ഇത് ഇതിൻ്റെ കാതലാണ്, ഇത് ഇതിൻ്റെ ഹൃദയമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാണ്, സുഖം എന്നത് ഏകമാണെന്നാണ്. സുഖം പലതില്ല. പലതിൽ ഭ്രമിച്ചോടുന്ന നമ്മളുടെ സുഖത്തിൻ്റെ തത്വം എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സുഖം എന്നത് ഏകമാണ്, ഒരൊറ്റ ആശയം. ആ സുഖം എന്തിൻ്റെയാ? ആത്മാവിൻ്റെ സുഖമാണ്. പുറത്തെ ഒരു വസ്തുക്കളിലും സുഖം ഇരിപ്പില്ല. അത് ആദ്യത്തെ തത്വം നമ്മൾ അറിയേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഈ വേദാന്ത സൂത്രം പഠിക്കുന്ന പഠിതാക്കളെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്, സുഖം ഒറ്റയുള്ളൂ, ഒരു സുഖമേ അത് ആത്മാവിൻ്റെ സുഖമാണ്. ഇനി ഈ ലോകത്ത് എന്തെല്ലാം സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു അത് ആത്മനിഷ്ഠമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ദുഃഖമോ? ഓർക്കണം, ഒരേ ഒരു ആത്മസ്വരൂപത്തിൻ്റെ 2 ശക്തികളാണ് തൈജസിയും താമസിയും.
ആത്മസ്വരൂപത്തിൽ തന്നെ ഉള്ളതാണ് ഈ അജ്ഞാനം, ഈ താമസി ശക്തി. അപ്പോൾ നമ്മൾ വാസനയുടെ ബലം കൊണ്ട് ഈ സുഖാനുഭവത്തെ അറിയാതെ എന്തു പറ്റും? ആ സുഖത്തെ തന്നെയാണ് ദുഃഖമായി അനുഭവിക്കുന്നത്. അനുഭവമെല്ലാം ആത്മാവിൻ്റെയാണ്. ആ സുഖത്തെ നമ്മൾ ദുഃഖമാക്കി കളയണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ വാസനയുടെ ബലം കൊണ്ട് അതിൽ സുഖം കാണാൻ, നമുക്ക് അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജിയൊക്കെ ഉറക്കെ പറയില്ലേ, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. എല്ലാവരെയും കൂടി നോക്കിയാ വിളിച്ചത്. അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ നിങ്ങൾ കേൾക്കൂ എന്നാ വിളിച്ചേ. ആ ബ്രാഹ്മണന്മാരെ ഒന്നും അല്ല വിളിച്ചത്, അല്ലേ? അല്ലെങ്കിൽ ജാതി കൊണ്ട് ബ്രാഹ്മണൻ, അല്ലെങ്കിൽ ജാതി കൊണ്ട് സവർണ, അങ്ങനെ അവർണൻ, അങ്ങനെ ഒന്നുമല്ല. മുക്കുവന്റെ കുടിലിലും ചെരുപ്പുകുത്തിയുടെ കുടിലിലും എല്ലായിടത്തേക്കും ഈ വിജ്ഞാനത്തെ വാരി വിതറൂ, എല്ലാവരും പ്രബുദ്ധരാകട്ടെ എന്നാ പറഞ്ഞത്. അപ്പോ കൃപാലുക്കളായ മഹത്തുക്കള് എല്ലാവരും ആത്മബോധം കൊണ്ട് ഉദ്ബുദ്ധരാകണമെന്ന് തന്നെ കരുതിയിരിക്കുന്നത്. ആ കൃപയാണ് അവർക്ക് ഈ ലോകത്തോടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, സുഖം ഏകമാണ്, അത് ആത്മാവിൻ്റെ സുഖമാണ്. ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും ആത്മനിഷ്ഠമാണ്. അപ്പോൾ ആനന്ദ പ്രചുരമായ ഒരു വസ്തുവിന് മാത്രമേ ആനന്ദം കൊടുക്കാൻ പറ്റൂ. നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മസ്വരൂപത്തിന്റെ ആനന്ദമാണ് നമ്മൾ ആ വസ്തു ഒരു ഉപാധിയാക്കി വെച്ചുകൊണ്ട് അനുഭവിക്കുന്നത്. കാരണം മനസ്സ് ഇത്തിരി അടങ്ങുമ്പോൾ നമ്മുടെ ആത്മസുഖം തന്നെയാണ് അതിലൂടെ വെളിവാക്കപ്പെടുന്നത്. നല്ലൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന്. അപ്പോൾ മനസ്സടങ്ങി അതിൽ മാത്രം ഒരു ഏകാഗ്രത വന്നു, നമ്മളുടെ ആ മനസ്സൊന്ന് അടങ്ങി നമ്മൾ സുഖമായിട്ടിരുന്നു. ചിത്രം വര തീർന്നപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ പോയി. അപ്പം മനസ്സാണ് ദുഃഖത്തിന് കാരണം. ആ മനസ്സിനെ പെട്ടെന്നൊന്നും മനസ്സടങ്ങുകയില്ല. അടങ്ങുന്നൊന്നും പറഞ്ഞാൽ അടങ്ങില്ല. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ സത്യം പറഞ്ഞ് പഠിപ്പിക്കണം. ചിന്തകൾ വന്നോട്ടെ, പക്ഷെ ചിന്തകൾക്ക് അനുകൂലമായി പോവാതിരിക്കുക. ആ ചിന്ത എന്താന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ പറയാണ്, ആത്മാവ് ആനന്ദ സ്വരൂപമായതുകൊണ്ട് ആനന്ദപ്രചുരമായ ഒരു വസ്തുവിന് മാത്രമേ ആനന്ദം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ആത്മസുഖം അല്ലാതെ, ആത്മാവിൻ്റെ ആത്മനിഷ്ഠമായ സുഖമല്ലാതെ മറ്റൊരു സുഖം ഒരു വസ്തുവിൽ ഇരിപ്പില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് അത് ഒരു രാജ്യത്തിനും ഒരു വ്യക്തികൾക്കും ഒരു സമൂഹത്തിനും ഒരു കുടുംബത്തിനും സകലർക്കും സ്വീകരിക്കാവുന്ന ഒരു ദർശനമാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് പ്രത്യേകിച്ചും ഇത് സ്വീകരിക്കാവുന്ന ഒരു നയമാണ്, ഒരു തത്വമാണ് ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന ഈ സുഖേകത്വാദെന്നുള്ള സൂത്രം. അതിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ആത്മോപദേശ ശതകത്തിലെ 21 മുതൽ 25 വരെയുള്ള സൂത്രങ്ങൾ. അത് ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് ഗുരു പറഞ്ഞു തന്നത്. നമുക്ക് എങ്ങനെയാണ് നമുക്കിത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഗുരു പറയണത്. അപ്പോൾ ഇവിടെ പറയാണ്, പ്രിയം ഒരു ജാതി, ഇതെൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകുന്ന പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. ആത്മോപദേശ ശതകത്തിൽ 21 ശ്ലോകത്തിൽ ഗുരു ഈ പ്രിയം എന്ന് പറയുന്നത് സുഖത്തിനെയാണ്. പ്രിയം ഒരു ജാതി, ഞാൻ പറഞ്ഞില്ലേ സുഖം വന്നത് ഏകമാണെന്ന് പറഞ്ഞില്ലേ, അതാണ് ഗുരു പറയുക. പ്രിയത്തിന് ഒരു ജാതി എന്ന് പറഞ്ഞാൽ അത് ഏകമാണ്, ഒന്നാണ്. പ്രിയത്തിന് ഒരു ജാതിയാണ്. പിന്നെ പറയാണ്, ഇതെൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. അപ്പൊ ഇവിടെ എൻ പ്രിയം എന്ന് പറഞ്ഞത് എൻ്റെ പ്രിയം വേറെ ആയിരിക്കും. എനിക്കിഷ്ടം ചിലപ്പോൾ നല്ല നോവൽ വായിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചില കഥകൾ വായിക്കാനായിരിക്കും, അല്ലെങ്കിൽ നല്ല യാത്ര ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കാനായിരിക്കും, പാചകം ചെയ്ത് കഴിക്കാനായിരിക്കും. ത്വദീയം നിൻ്റേതായിട്ടുള്ള, മതീയം എൻ്റേതായിട്ടുള്ള. ത്വദീയം എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്ക്, അത് മലയാള കൃതികളിലൊക്കെ ഗുരുവിൻ്റെ ധാരാളം സംസ്കൃത പദങ്ങൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ത്വദീയം എന്ന് പറഞ്ഞാൽ നിൻ്റേതായിട്ടുള്ള പ്രിയം വേറെയാണ്, മതീയം എൻ്റേത്, ത്വദീയം നിൻ്റേത്. അപ്പോൾ നിൻ്റേതായിട്ടുള്ള പ്രിയം മറ്റൊന്നാണ്. ഇനി അപരപ്രിയം, ഇനി വേറൊരുവന്റെ പ്രിയമോ,
അതും വേറൊന്ന്. ചിലപ്പോൾ ആധ്യാത്മികതയിലായിരിക്കും ഒരുവനിഷ്ടം ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ഒന്നും അറിയാതെ ജീവിക്കാനായിരിക്കും. ചിലർക്ക് ഇഷ്ടം നല്ല കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കാനായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകമായ ഇഷ്ടങ്ങളുണ്ടെന്ന് ഗുരു പറയുക. പ്രിയം ഒരു ജാതി, പക്ഷെ പ്രിയത്തിനൊരേ സുഖത്തിനൊരേ സ്വഭാവമേ ഉള്ളൂ, അത് ഏകമാണ്. പക്ഷേ നമ്മൾ പറയാണ് ഇത് എൻ്റെ പ്രിയമാണ്, ഇത് നിന്റെ പ്രിയമാണ്, ഇത് മറ്റൊരുവൻ്റെ പ്രിയമാണ്. എങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? സുഖം എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്, ഭ്രമം കൊണ്ടാണ്, സത്യം അറിയാത്തത് കൊണ്ടാണ് ഓരോരുത്തരും സുഖത്തെ എൻ്റെ സുഖം, നിന്റെ സുഖം, അവൻ്റെ സുഖം എന്ന് പറയുന്നത്. സുഖസംബന്ധിയായ പരമാർത്ഥ സത്യത്തെ അറിയാത്തത് കൊണ്ടാണ്. അല്ലെ, നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരുവൻ അത് ഇഷ്ടമാകണമെന്നില്ല. നമുക്ക് അവന് ഇഷ്ടമാണോ ഇല്ലയോ ഒന്നും നമ്മൾ നോക്കില്ല. നമ്മൾ സുഖമാണോ മതി. തൊട്ടടുത്തേക്ക് ഒന്ന് കണ്ണ് പായിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. ചെവി കൊടുത്ത് മറ്റുള്ളവരുടെ ദുഃഖത്തെ ഒന്ന് കേൾക്കാൻ പോലും നമുക്ക് മനസ്സില്ല. കാരണം നമ്മുടെ സമയം പോവും, നമ്മുടെ സുഖത്തെ അത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഖം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോടാണ് ഗുരു ഈ ശ്ലോകം എടുത്തു വയ്ക്കുന്നത്. പ്രിയം ഒരു ജാതി, സുഖത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ. ഇതെൻ പ്രിയം, ഇത് എൻ്റെ പ്രിയമാണ്. ത്വദീയ പ്രിയം, ഇത് നിന്റെ പ്രിയമാണ്. അപരപ്രിയം, ഇത് 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 മറ്റൊരുവൻ്റെ പ്രിയമാണ്. ഇങ്ങനെ എന്നനേകമായി എന്നിങ്ങനെ പലതരത്തിൽ പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒന്നിലധികം തോന്നലുണ്ടാകുന്നത് ഭ്രമമാണ്. രാമൻ്റെ പ്രിയം വേറൊരു പ്രിയം, കൃഷ്ണൻ്റെ പ്രിയം വേറൊരു പ്രിയം, കൗസല്യയുടെ പ്രിയം വേറൊരു പ്രിയം എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ പ്രിയ വിഷയത്തിൽ ഉള്ള ഭ്രമം കൊണ്ടാണ്, സത്യം അറിയായിക കൊണ്ടാണ്. ഒന്നിലധികം തോന്നലില്ല. സുഖം അല്ലെങ്കിൽ പ്രിയം ഒന്നേ ഉള്ളൂ, അത് ആത്മാവിൻ്റെ സുഖമാണ് എന്ന് ഗുരു പറയാണ്. അതായത് അവനവൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെ ഇഷ്ടമെന്ന് ചിന്തിച്ചറിയുക. താൻ ഒരു വസ്തുവിനെ ആഗ്രഹിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന സുഖം തന്നെയാണ് മറ്റൊരുവൻ വേറൊരു വസ്തു ആഗ്രഹിക്കുമ്പോൾ അനുഭവിക്കുന്നത് ഒരേ സുഖം തന്നെയാണ്. കാരണം എല്ലാവരും ആത്മസഹോദരരാണ്. ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് എല്ലാ ജീവനുകളിലും തുടിക്കുന്നത്, സ്പന്ദിക്കുന്നത്, പ്രകാശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് സുഖം തന്നെയാണ്. പക്ഷെ അത് വിവിധങ്ങളായ ഉപാധികളിൽ തേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയത്തിൻ്റെ ആ സെൻട്രൽ പോയിന്റ് എവിടെയാണോ ബേസ്, അത് ഓരോരുത്തരിലുമാണ്, അത് ഏകമാണ്. ഓരോരുത്തർക്കും വേറെ വേറെ സുഖമില്ല എന്നാണ് ഗുരു പറയുന്നത്. അതിൽ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഗുരു നിത്യ എഴുതിയ നാരായണ ഗുരു എൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രമാണം എന്ന കൃതിയിൽ ഒരു ഗുരുവിൻ്റെ ദർശനം ഒരു രാജ്യത്തിൻ്റെ നയമാക്കി വെച്ചിട്ടുണ്ട്. ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ 1982 ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ നയമാക്കി വെച്ച ഒരു ശ്ലോകമാണ് ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ ശ്ലോകം. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, പുസ്തകത്തിൻ്റെ പേരാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. നാരായണ ഗുരു എൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രമാണം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് 1982 അതിൽ പറയുന്നു, ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ ആ നയമായിട്ട്, ആ എന്താ പറയുക, ഒരു സ്ട്രാറ്റജി അത് ആയിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരുവിൻ്റെ 22ാമത്തെ ശ്ലോകമാണ് ആത്മോപദേശ ശതകത്തിലെ. അതെങ്ങനെയാന്ന് വെച്ചാൽ, എങ്ങനെയാണ് 22ാമത്തെ ശ്ലോകം? പ്രിയം അപരൻ്റെ അതെൻ പ്രിയം. അതും ഇതുപോലെ തന്നെ, ഇത് ഒരുപോലെ അല്ല, വ്യത്യാസമുണ്ട്. പ്രിയം അപരൻ്റെ ഇതെൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം, അതിനാലെ നരന്നു നന്മ നൽകും ക്രിയ, അപരപ്രിയ ഹേതുവായി വരേണം എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സുഖമൊക്കെ വേദാന്തത്തിൽ എഴുതി പഠിക്കുന്ന നമ്മളോട് അത് ഭൗതിക ജീവിതത്തിലേക്ക് നിങ്ങളത് അപ്ലൈ ചെയ്യൂ എന്ന് പറയാണ്. പ്രിയം അപരൻ്റെ അതെൻ പ്രിയം, അന്യൻ്റെ പ്രിയം തന്നെയാണ് എൻ്റെ പ്രിയം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അന്യൻ ഒരു വസ്തുവിനെ ആഗ്രഹിക്കുമ്പോൾ അന്യൻ എന്ത് സുഖം ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് തൊട്ടടുത്ത് ഇരിക്കുന്നവൻ ഒരു കാര്യം കിട്ടിയാൽ എന്ത് സുഖിക്കുന്നു, എന്ത് സന്തോഷം അനുഭവിക്കുന്നു, അത് തന്നെയാണ് മറ്റൊരു വസ്തു കിട്ടുമ്പോൾ ഞാനും അനുഭവിക്കുന്നത്. അപ്പോൾ അവർ പറയാണ്, അന്യൻ്റെ സുഖം തന്നെയാണ് എൻ്റെ സുഖം. പിന്നെ സ്വകീയ പ്രിയം അപരപ്രിയം,
അവൻ്റെ പ്രിയം തന്നെയാണ് എൻ്റെ പ്രിയം തന്നെയാണ് അവൻ്റെയും, അവൻ്റെ പ്രിയം തന്നെയാണ് എൻ്റെയും. അത് പ്രിയത്തിൻ്റെ ഏകതയെ ഗുരു പറയുകയാണ്. ഇതൊരു നയമാക്കണം. ഒരു മനുഷ്യന് നന്മ നൽകുന്ന ക്രിയയാണ് ഇത്. പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യത എന്നുള്ളൊരു വേദമന്ത്രമുണ്ട്. അത് അതിനകത്ത് പറയുന്നതാണ്. പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യത. അതിൻ്റെ തത്വമാണ് ഗുരു ഇവിടെ ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. അന്യോന്യം പരിപോഷിപ്പിക്കുവൻ. അങ്ങനെ പരിപോഷിപ്പിക്കുന്നവരായി വർത്തിച്ചാൽ ലോകത്തിന് നന്മയുണ്ടാവും. ഇപ്പം നമ്മൾ കാണില്ലേ കിടന്ന് കാണിക്കുന്ന കോലാഹലങ്ങളെല്ലാം. എന്ത് നന്മ ഒരാൾ ചെയ്താലും അതിനെ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. നന്മയൊട്ട് കാണുന്നുമില്ല, തിന്മയെ എടുത്ത് പറയുകയും ചെയ്യും. ആരാണ് ഇങ്ങനെ പരസ്പരം മാറി 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 മറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് കലഹങ്ങൾ ഉണ്ടാക്കാനാണ് എല്ലാവർക്കും പ്രിയം. അപ്പോൾ അതല്ലാതെ രാജ്യം നന്നാകണമെന്നും ഇവിടെ ശാന്തി സമാധാനവും മനുഷ്യർക്ക് പുലരണമെന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരും ഇവിടെ നയിച്ചാലും ആ തെറ്റുകുറ്റങ്ങളെയെല്ലാം പുറത്ത് ക്ഷമിച്ച് പരസ്പരം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു മനോഭാവം ആർക്കുമില്ല. അത് വീട്ടിലാണെങ്കിലും സമാജത്തിലാണെങ്കിലും നമ്മളെ ജോലിസ്ഥലത്താണെങ്കിലും എവിടെയും ഈ അഹന്തയും മമതയും വല്ലാതെ പിടികൂടിയിരിക്കുക മനുഷ്യനെ. പരസ്പരം പോഷിപ്പിക്കുന്നവരായിട്ടില്ല. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ അതിശ്രേഷ്ഠമായ ഗുരുവചനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. പരസ്പരം ഭാവയന്തക, അങ്ങോട്ടും ഇങ്ങോട്ടും പോഷിപ്പിക്കൂ. എൻ്റെ വീടിൻ്റെ അറ്റത്തുകൂടി ആ വഴി കൂടി അവനൊന്ന് കടന്നാൽ അവൻ്റെ വീട്ടിലേക്ക് എത്തുമെങ്കിൽ അവനങ്ങ് പൊക്കോട്ടെ. ആരെങ്കിലും ഈ വഴിയും കൊണ്ട് പോകാറുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞ് പരിഗണന പോലും ചെയ്യാൻ മനുഷ്യൻ തയ്യാറില്ല. എന്നിട്ട് എത്ര അടി മണ്ണ് വേണം അവൻ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ അവനെ ഒന്ന് അടക്കം ചെയ്യാൻ? അതുപോലും ഓർക്കാതെ മനുഷ്യൻ എന്തിനോ ഒക്കെ വേണ്ടി ഓടുന്ന മനുഷ്യൻ. അപ്പോഴാണ് പറയണത് ഇങ്ങനെ ആ അന്യൻ്റെ പ്രിയത്തെ കൂടി തൻ്റെ പ്രിയത്തോട് ചേർത്ത് വെക്കുന്ന പരിഗണിക്കുന്ന ഒരു നയം ഉണ്ടാകണം. ആ നയം നരന്നു നന്മ നൽകും ക്രിയയാവും. അതെല്ലാ മനുഷ്യർക്കും ഒരുപോലെ നന്മ വരുത്തുന്ന നയമായി ആകുമെന്ന്. അപ്പോൾ ലോകത്തിന് നയം പ്രഖ്യാപിച്ച ഋഷീശ്വരനാണ് ഗുരു. ഗുരുവിന് ആ മരുത്വാമലയിൽ സുഖമായിട്ടിരുന്നാൽ പോരായിരുന്നു. ആ ഏകമായ സുഖം അനുഭവിച്ച് അരുവിയിലെ ആ വെള്ളം കുടിച്ച് ആ പുലികളോട് കൂട്ടുപിടിച്ച് ശാന്തമായി സമാധാനമായി ബ്രഹ്മവിത്തിൽ നിന്നും ബ്രഹ്മവിദ് വരനും വരിഷ്ഠനും വരീയനും ഒക്കെ ആയിട്ട് അങ്ങ് പോരായിരുന്നോ? പക്ഷെ അതല്ല. ലോകത്ത് എത്രയോ മനുഷ്യരല്ലേ തന്നാൽ കരയേറ്റേണ്ടുന്നവരെത്ര പേര് താഴത്തു പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്ക തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. താൻ കരകയറ്റേണ്ട വെളിച്ചം കൊടുക്കേണ്ട ഒരു വിഭാഗം മനുഷ്യര് ഇങ്ങനെ ആ ചേറിൽ അമർന്നു കിടക്കുമ്പോൾ താൻ ഈ ആത്മാനന്ദ സുഖത്തിൽ വിലീനനായിരിക്കുന്നത് കൊണ്ട് എന്താണ് എനിക്ക് സുഖം കിട്ടുക? അപ്പോൾ പതിത ജനകോടികളുടെ മുക്തിയാണ് എൻ്റെ മുക്തി എന്ന് ഗുരു കരുതിയിട്ടുണ്ട്. അങ്ങനെ അപാരമായ കാരുണ്യമുള്ള ഗുരുവിൻ്റെ മുൻപിലേക്ക് നമ്മൾ കാരുണ്യം യാചിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ കാരുണ്യസ്വരൂപനായ ഗുരു അത് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ എന്ത് ശ്രേഷ്ഠമായ ശ്ലോകമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ഇന്നിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ ഈ ശ്ലോകത്തിൻ്റെയൊക്കെ ആശയം ഒന്ന് കൊടുത്താൽ, ഈ നയതന്ത്ര വിദഗ്ധന്മാരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നല്ല അർത്ഥത്തിലേക്ക് ആക്കി ഒന്ന് കൊടുത്താൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെയൊക്കെ നയമായി സ്വീകരിച്ചാൽ മനുഷ്യർ തമ്മിലുള്ള കലഹങ്ങളും ദുഃഖങ്ങളും ഈ തമ്മിത്തല്ലലും കുത്തിക്കൊല്ലലും ഒക്കെ ഒന്ന് കുറയില്ലേ? സുഖത്തിൻ്റെ ഏകതയെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ഒരു സുഖമാണെന്നും എല്ലാവരും ആത്മസഹോദരരാണെന്നും ആത്യന്തികമായി ശാന്തി സമാധാനത്തോടു കൂടി ഒരു രാജ്യം പുലരുമ്പോഴാണ് എല്ലാവർക്കും സുഖം ഉണ്ടാവുന്നത് എന്ന ആ വലിയ വലിയ തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ പിന്നെ ആത്മോപദേശ ശതകത്തിലെ 22-ാമത്തെ ശ്ലോകം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എന്നൊരു മന്ത്രം തന്നെയാണത്. സ്വന്തം മോക്ഷത്തിനു വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും. സ്വന്തം മോക്ഷത്തിന് വേണ്ടി ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത്
ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടണം എന്ന തത്വമാണ് ഋഷിമാർക്കുള്ളത്, അല്ലെങ്കിൽ മഹാത്മാക്കൾക്ക് ഉള്ളത്. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഇനി ലോകത്താണെങ്കിലും അല്ലേ, ഈ പ്രിയം, ഈ പരസ്പര ആ പോഷണം കാത്തു സൂക്ഷിച്ചാൽ ഗുരു അരുളിയ നയം ലോക നയമായി മാറില്ലേ? ഒരുപക്ഷെ ഇപ്പോഴത്തെ കലഹായമാനമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നയം സ്വീകരിച്ചാൽ അല്ലാതെ ലോകത്ത് ശാന്തി സമാധാനവും പുലരില്ല. ഒരുവൻ അവിടെ എത്ര വേദനിച്ചാലും വെള്ളം കിട്ടാതെ വലഞ്ഞാലും വഴിയിൽ അപകടം പറ്റി ചോര വാർന്നൊലിച്ചു പോയാലും അത് കണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സുകൾ കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം നമ്മൾ പഠിക്കാനും അറിയാനും ഉണ്ട്. ഒത്തിരി അറിയാനും പഠിക്കാനും ഉണ്ട് നമ്മൾ. അപ്പോൾ ആ കാരുണ്യം പറ്റിപ്പോയ ഈ ഒരു കലികാലത്തിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ പഠനമൊക്കെ നമ്മളെ ഒത്തിരി ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കും. അപ്പോൾ വളരെ സൂക്ഷ്മമായൊരു തത്വമാണ് ഗുരു ഇവിടെ പറഞ്ഞത്. പാരസ്പര്യത്തോടു കൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അതിനാദ്യം നമ്മൾ സ്വയം ഉയരണം, എന്നിട്ട് വേണം ലോകത്തെ ഉയർത്താൻ. ആദ്യം നമ്മളിൽ വെളിച്ചം ഉണ്ടാവണം. നമ്മൾ അശാന്തരായാൽ നമുക്ക് അശാന്തത മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ശാന്തിയുടെ വെളിച്ചം വീശിയവർക്ക് മാത്രമേ ശാന്തി പുറത്ത് പകർന്നു കൊടുക്കാനാവുള്ളൂ. അത് നമ്മൾ അറിയണം. അതിന് നമ്മൾ സുഖം തേടിയുള്ള യാത്ര ഒന്ന് കുറച്ചിട്ട് കുറച്ച് ആത്മനിഷ്ഠമായി ഒന്ന് അന്വേഷണം നടത്താനുള്ള ഒരു അറിവെങ്കിലും നമ്മൾ നേടേണ്ടതുണ്ട്. അപ്പോൾ ഭഗവത്ഗീത കർമ്മ യോഗത്തിൽ 11ാമത്തെ ശ്ലോകം പരസ്പരം അത് തന്നെ, അത് വേദതത്വം തന്നെയാണ്. ഭഗവത്ഗീതയിലെ ശ്ലോകം കൂടിയാണത് കേട്ടോ. വേദത്തിലെ പല തത്വങ്ങളും ഭഗവത്ഗീത അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുമുണ്ട്. ഗുരുവിൻ്റെ കൃതികളിലും ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഇവിടെ നോക്കണം, നമ്മൾ പറഞ്ഞല്ലോ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ, അവനവൻ്റെ മോക്ഷം, അവനവൻ്റെ സുഖം ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാറുമ്പോഴാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനായിട്ട് മാറുന്നത് എന്ന് പറയണം. അപ്പോൾ ഇവിടെ തൻ്റെയും അന്യൻ്റെയും ആത്മാവ് ഒന്നായതിനാൽ അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ഒന്നുകൂടി ചിന്ത ചെയ്യുമ്പോൾ തൻ്റെയും അന്യൻ്റെയും ആത്മാവ് ഒന്നായതിനാൽ അന്യർക്ക് സുഖമുണ്ടാകുന്ന കാര്യം ചെയ്യുമ്പോൾ അത് തനിക്കും സുഖമുണ്ടാകുന്നതായി തീരും. ഒരാൾക്കൊരു നമ്മൾ നന്മ ചെയ്തു വരുമ്പോൾ നമ്മൾ അവരെക്കാൾ കൂടുതൽ സുഖം അനുഭവിക്കുന്നത് നമ്മളാണ്. ഒരു സംതൃപ്തി, ഒരു സുഖം, അതാണ് ഗുരു ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഒരു അനുഭവം ഒരുവൻ ഇപ്പോൾ നമ്മൾ വിശന്ന് ഇത്തിരി ഇരിക്കുകയാണെങ്കിലും വിശപ്പ് സഹിച്ച അപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നത് കാണുമ്പോൾ ഈ ആഹാരം നമ്മൾ അവനൊരു പിടി കൊടുക്കുമ്പോഴാണ് നമ്മൾ കഴിച്ചതിനേക്കാൾ കൂടുതൽ സുഖം നമുക്ക് അനുഭവിക്കുന്നത്, അല്ലേ? ഒരാൾ മറുവശത്ത് വേദനിക്കുമ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഒരല്പം ആശ്വാസവചനങ്ങളെങ്കിലും, ആ കരം ഒന്ന് പിടിച്ചൊരു സാന്ത്വന വാക്കുകളെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ അന്യൻ്റെ സുഖം തന്നെയാണ് എൻ്റെ സുഖം എന്ന് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഗുരു അങ്ങനെ അനുഭവിച്ചത്. അതാണ് കള്ളന്മാർ വന്നാലും ആര് വന്നാലും ഗുരു ഒത്തിരി അവരെ ഗുരുവിനെ അറിഞ്ഞ് അനുഭവിച്ച് എന്നോടാണ് ഗുരുവിനെ ഏറെ ഇഷ്ടം എന്ന് ചിന്തിച്ചാൽ പോകാറ്. കാരണം ഗുരു അങ്ങനെയാണ്. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളും ആ ഒരു അനുഭവ ദശയിലേക്ക് നമ്മളും എത്തും. അപ്പോൾ ഇവിടെ പറയണത് ഈ നമ്മളെ ശാന്തരാക്കുന്ന മഹാമന്ത്രമാണ് ഗുരുവിൻ്റെ കൃതികളെല്ലാം. അപ്പോൾ നമ്മളെ ശാന്തരാക്കും മാത്രമല്ല, നിർഭയനാക്കുകയാണ്. നമുക്ക് ഭയമില്ലാതെയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതിനെയും ഭയക്കുന്നുണ്ട്. കാര്യം നമ്മളുടെ ഉള്ളിൽ സ്വരൂപ ആനന്ദമാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ശരീരത്തിൻ്റെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലും മായയുടെ തലത്തിലും മാത്രം വ്യവഹരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? നമ്മൾ വല്ലാതെ ഭയപ്പെടും. അപ്പോൾ ഈ ആനന്ദ സ്വരൂപനായ ജഗദീശ്വരൻ എന്നിലിരുന്ന് പ്രകാശിക്കുന്നുണ്ടെന്നും എനിക്ക് വന്നതായ ദുഃഖം എൻ്റെ തന്നെ ആ മായയുടെ പ്രകടനമാണെന്നും നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമുക്ക് നിർഭയത വരും. അപ്പോൾ നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥ ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക,
ഒരിക്കലും നമ്മൾ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മനസ്സുഴന്ന് പോകുകയില്ല. അതങ്ങനെ വരട്ടെ എന്ന് വെച്ച് വിടാൻ നമുക്ക് സാധിക്കും. കുറേയൊക്കെ നമുക്ക് അങ്ങനെ സാധിക്കും. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കാര്യം പോലും നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ആധ്യാത്മിക യാത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും ഒരു ഒരു ഞാൻ ഓർക്കുന്നു, സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലങ്ങളിൽ, ആദ്യ കാലങ്ങളിൽ, സർവീസിലൊക്കെ കയറിയ കാലങ്ങളിൽ, ഗുരുകൃതികളിലേക്കൊക്കെ പിച്ച വെച്ച് തുടങ്ങിയ കാലങ്ങളിൽ വെറുതെ ഒന്ന് വിളിക്കും, പ്രിൻസിപ്പളോ ടീച്ചറിനെ പ്രിൻസിപ്പളോ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഭയമായിരുന്നു എല്ലാത്തിനും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കണക്കിനാണ് ഓഫീസ്, അവർക്കറിയാം എനിക്കിത്തിരി ടെൻഷൻ കൂടിയ ആളാണ്. അപ്പോൾ പറയും ടെൻഷൻ അടിച്ചോ, ആദ്യം അങ്ങനെ ചോദിക്കണത്. അപ്പോൾ അത് എത്രയോ 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 നമ്മൾ മാറി, എത്രയോ മാറി. കാരണം നമ്മളുടെ ജീവിതം തന്നെ പരിവർത്തനമായി. ഈ സത്യത്തെ അറിഞ്ഞ് നമ്മൾ അതിലേക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആനന്ദ അനുഭവത്തിൽ ഒന്നും ലയിക്കാൻ ഉള്ള ആ ഒരു അനുഭൂതി തലത്തിലൊന്നും നമ്മൾ എത്തിയില്ലെങ്കിലും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് ധൈര്യമായി നേരിടാനൊരു ഒരു ഒരു ഉറപ്പ് ഗുരു തരുന്നുണ്ട്. അതൊക്കെ പോരെ നമുക്ക് ജീവിക്കാൻ? അത് മതി. ശാന്തവും സ്വസ്ഥവുമായി നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യം ഈശ്വരൻ നമുക്ക് അനുവദിച്ചു തരുമ്പോഴാണ് നമ്മളിതെല്ലാം പഠിക്കുന്നതിൻ്റെ ഒരു തെളിച്ച് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, സത്യം അറിഞ്ഞവരെ എപ്പോഴും നിർഭയരാകുന്നു, സ്വസ്ഥരാകുന്നു, സ്വാർത്ഥത വെടിഞ്ഞ് ജീവിക്കുന്നു അവരെ. അന്യനെ നമുക്ക് വാക്കുകൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്യും. ഇല്ലാതെ പോലും പലപ്പോഴും നമുക്ക് പല പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വിഷമം വരും, അല്ലേ? ഒരു ആൾ ആക്സിഡൻ്റായി മണിക്കൂറുകളോളം റോട്ടിൽ കിടന്നാൽ പോലും ഒന്നെടുത്ത് അടുത്തൊരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ കരുണയുള്ള മനസ്സുകൾ പോലും വളരെ വളരെ കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാരുണ്യമാണ് ഈശ്വരൻ എന്ന് തോന്നിപ്പോവും, അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും ഒരാളുണ്ടാവും അല്പം കരുണയുള്ള ആൾ, ഒരു വാഹനത്തിൽ വന്നിട്ട് കയറിക്കോ എന്ന് പറയാൻ. അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അങ്ങനെ നന്മയുള്ള മനുഷ്യരായി മാറാനാണ് നമ്മൾ ഗുരുകൃതികളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സുഖീകത്വാദ് എന്ന സൂത്രം വിചാരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തൊന്നും നമ്മൾ സുഖം തേടണ്ട. ലോകത്ത് സുഖമില്ല, ദുഃഖമേ ഉള്ളൂ. സുഖമെന്ന് കരുതി നമ്മൾ എന്തിനു പിടിച്ചാലും അത് പിന്നീട് നമുക്ക് ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോകും. ആദ്യമൊക്കെ സുഖമെന്ന് കരുതി പിടിക്കും, പിന്നെ അത് നമ്മുടെ ശരീരം വരെ അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ശരീരം വരെയും നമ്മൾ താലോലിച്ച് കൊണ്ടു നടക്കുന്ന ഈ ശരീരം വരെ ദുഃഖിപ്പിച്ചിട്ടിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകവും പരലോകവും ഭ്രമാത്മക ചിന്തയാണ്. അവിടെ സ്ഥിരമായി നമ്മൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചലിച്ച ഓരോന്നും പരിണമിച്ച് മാറും. ശരീരവും മാറ്റം വരും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും അവർക്ക് മാറ്റം വരും. അങ്ങനെ ഓരോന്നായിട്ട് ഈ ചലിച്ച് ആ മാറണതിൻ്റെ ഇടയിൽ മറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതിനെ പിടിച്ച് ഇത്ര കാര്യമായിട്ട് പിടിച്ച് ദുഃഖിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഇരിക്കുന്നിടത്ത് സുഖമായിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? അപ്പോൾ എന്താണോ നമ്മുടെ പ്രകൃതിയിൽ വന്നത് ആ പ്രകൃതിയിൽ സമാധാനവും സ്വസ്ഥവുമായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ലോകവും പരലോകവും ഇല്ലാത്തതാണ് എന്ന് ഒരു ശിവശതകത്തിൽ നമ്മളോട് പറഞ്ഞു. സുഖവും ഒരിക്കലുമില്ല, ദുഃഖമല്ലാതെ ഇഹപരലോകവുമില്ല തെല്ലുപോലും. ഈ ലോകവും പരലോകവും വരെ അനുനിമിഷം ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടുന്ന് സുഖം എടുക്കാൻ നമ്മൾ നോക്കണ്ട. പക്ഷെ സുഖം, ആത്മനിഷ്ഠമായ ആ സുഖത്തെ അനുഭവിക്കാൻ ഒരു പ്രയത്നം ശരീരത്തിന് ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ ശരീരത്തിന് ആരോഗ്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വേറെ പ്രവർത്തിക്കാനുണ്ട്, അല്ലേ? നമുക്ക് ശരീരത്തിന് അസുഖം വന്നാൽ ചികിത്സിക്കണം, വീട്ടിലൊരു ആവശ്യം വന്നാൽ അതൊക്കെ നടക്കണം. അതൊക്കെ നടന്ന് വരുമ്പോൾ മാത്രമേ നമ്മൾ ആത്മസുഖത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഭൗതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആത്മീയ വിദ്യ നേടണം. അതുകൊണ്ടാണ് കൃഷി ചെയ്യാൻ പറഞ്ഞത്, കച്ചവടം ചെയ്യാൻ പറഞ്ഞത്, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള അറിവ് നേടൂ നീ. എന്നിട്ട് നീ ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു ഭൗതിക ജീവിതം നയിക്കൂ. എന്നിട്ടാണ് എൻ്റെ ലോകവാസം
കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകുക എന്ന് ആദ്യം പ്രാർത്ഥിപ്പിച്ചത് നമ്മളെ കൊണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം എന്ന് പഠിപ്പിച്ചത് നമ്മളെ, അല്ലേ? അപ്പോൾ അയാൾ വിശന്നിരിക്കുമ്പോൾ അത് ചാന്തോക്യോപനിഷത്തിൽ ശരിക്കും ശ്വേതകേതുവിനോട് പറയണ്ട, ആദ്യം ഒന്ന് വെള്ളം കുടിക്കാതെ ഇരുന്ന് നോക്കൂ, ഇനി നീ ആഹാരം കഴിക്കാതെ ഇരുന്ന് നോക്കൂ. അങ്ങനെ ഓരോന്നും ഓരോ ആഹാരം ഉപേക്ഷിച്ച് വെള്ളം ഉപേക്ഷിച്ചപ്പോൾ അവൻ്റെ ആ സത്യഗ്രഹണത്തിനുള്ള സാമർഥ്യം കുറയുന്നുണ്ട്. അതുകൊണ്ട് അന്നം വയ ബ്രഹ്മ അപോമയ പ്രാണഹ അന്നമയ മനഃ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ശരീരപോഷണവും നമുക്ക് ആവശ്യമാണ്. ആത്മാന്വേഷണത്തിന് ഏറ്റവും ആവശ്യമാണ് ശരീരപോഷണം. അപ്പോൾ അതും നമ്മൾ നേടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സുഖം തേടി പാപകർമ്മങ്ങളിലെല്ലാം പോയി പെട്ട് വാസനകൾ കൂട്ടി വെച്ച് ജനിമരണ ചുഴിയിൽ വീഴാതെ ആത്മോന്മുഖമായി സഞ്ചരിക്കുക. സുഖം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഗുരു പറയുകയാണ്. അതിനെ ഒന്ന് പ്രോജ്വലിപ്പിക്കുക. അതിന് നാമജപവും മന്ത്രവും ഗുരുഭക്തിയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭക്തി ദർശനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഭാര്യ ഭജതി ഭർത്താരം. എത്ര പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സത്യകഥനം ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും നമുക്ക് മറന്നുപോകും. കാരണം നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ തലത്തിൽ ഗ്രഹിക്കുന്നത് കൊണ്ട് മറന്നുപോകും. അതുകൊണ്ട് ഇത് ബുദ്ധിയിലേക്ക് പിടിക്കുന്നത് വരെ, ബുദ്ധിയിൽ നിന്ന് അപ്പുറം സ്വരൂപത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താവ് ഭാര്യാം തദൈവ, അല്ലേ? ഭർത്താവ് ഭാര്യാം ന കേവലം. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ്? അയാളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ആനന്ദം ലഭിക്കുന്നുണ്ട്. അതാണ്. മറുവശത്തും അങ്ങനെ തന്നെയാണ്. ഇനി മറുവശത്തെ വസ്തു ആനന്ദ സ്വരൂപം ആണ്, എനിക്ക് ആനന്ദം തരുന്നത് അവളാണെന്ന് പറഞ്ഞാൽ അവള് പിന്നെ എന്തിനാ ആനന്ദത്തിന് ഇപ്പുറത്തെ സൈഡ് തേടണത്? അത് ആനന്ദ സ്വരൂപമല്ലേ, അല്ലേ? അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭൗതിക വസ്തുക്കളിലൂടെ തേടുന്നത് ആത്മസുഖം തന്നെയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ മനുഷ്യജീവിതം ഏറെ ദുഃഖമായി തീരുന്നതിന് കാരണം എന്താണെന്നറിയോ? ഈ ശരീരം വന്നിട്ട് അത് ജന്മം, രോഗം, ദുഃഖം തുടങ്ങിയ എന്താ പറയുക, ശൈശവ, ബാല്യ, യൗവന, കൗമാരങ്ങളിലൂടെ കടന്ന് പിന്നെ എന്താ പറയുക, അവസാനം ഈ ശരീരം അങ്ങ് ക്ഷയിച്ചു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ജന്മം പോലും ദുഃഖമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതൊക്കെ നിരന്തരം സംഭവിക്കുന്നു. നമ്മുടെ ശരീരം അനുനിമിഷം നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയം വരെ നമ്മുടെ ശരീരം ചലിച്ച് പരിണമിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നത്ര സമയം ഈ സത്തായതിനെ കേൾക്കുക. ചിലപ്പോൾ നമ്മളിതൊക്കെ കേട്ട് പലവട്ടം നമുക്ക് മനസ്സിലായ കാര്യമായിരിക്കും. ഇനി എന്ത് ചെയ്യണം? ആ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ഒന്ന് കടത്തിവിടുക. ആഗ്രഹങ്ങളുടെ ആ മാറാപ്പ് അധികം കൂട്ടി വയ്ക്കാതെ നമ്മുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായതൊക്കെ മാത്രം നമ്മളിവിടെ കളക്ട് ചെയ്യുക. സുഖേകത്വാത്. ആത്മോപദേശ ശതകത്തിൽ ആ സുഖത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാത്? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടും. അപ്പൊ എല്ലാരും കൊതിക്കണേ എന്തിനാ കൊതിക്കണേ? ആത്മസുഖത്തിന്, അല്ലേ? എന്ത് പ്രവൃത്തി ചെയ്തത് അതിനകത്ത് തന്നെ എല്ലാം. എന്ത് പ്രവൃത്തി ചെയ്താലും അത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരാളെ വളരെയധികം ആരാധിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അവർ നമുക്ക് എതിരായ ഒരു വാക്ക് കാണിക്കുകയോ ഒരു പ്രവൃത്തി ചെയ്താലും പെട്ടെന്ന് എന്ത് പറ്റും? നമുക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന ആരാധനയും അല്ലെങ്കിൽ ഭക്തിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. ഒരു വാക്ക് മതി, ഒരു വാക്കിൻ്റെ മുറി മതി. ഇപ്പം സത്യത്തിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്നോ? നമ്മൾ ഇഷ്ടപ്പെട്ടത് ആരെ? നമ്മളെ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണ്. സൂക്ഷ്മമായി ചിന്തിക്കാനാണ് ഗുരു പറഞ്ഞത്. അതുകൊണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തിടുന്നത്. ജഗതിയിൽ ഇമ്മതമേകം. ഒരു മതം എന്ന് പറഞ്ഞാൽ അത് ആത്മമതമാണ് എന്ന് ഗുരു. ഒരു ജാതി, ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മമതമാണ്, ആത്മസുഖത്തിൻ്റെ മതമാണ് ഗുരു പറഞ്ഞ ഒരു മതം. അതിനി എത്ര കാലം വന്നാലും ആർക്കും അവിടെ പരിവർത്തനം ചെയ്യിച്ച് മാറ്റി ചെറിക്കാൻ പറ്റില്ല ഒരു മതത്തിന്.
അതാണ് ഗുരുക്കന്മാരുടെ ശ്രേഷ്ഠത. വേറെ എന്ത് നിർവചനം വന്നാലും അതൊക്കെ ഖണ്ഡിക്കപ്പെടും, പക്ഷെ ഇത് ഖണ്ഡിക്കപ്പെടില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മസുഖമാണെന്നുള്ള ആ നിയമത്തെ അത് കാലാതിവർത്തിയായി തന്നെ പ്രശോഭിക്കുന്ന ഒന്നാണത്. അപ്പോൾ അതുകൊണ്ട് ഗുരു പറഞ്ഞ അഖമണയാതെ ഇനിയും പോയി പോയി ചെന്ന് അവിടെ എവിടെയൊക്കെ പറ്റി പാപകർമ്മങ്ങളിൽ ചെന്ന് പെടാതെ അകതാരമർത്തിടേണം. നീ നിന്നിലേക്കൊന്ന് തിരിയൂ. അവിടെ ഇരിക്കുന്നുണ്ട് നീ തേടുന്നതെല്ലാം അനന്തശക്തിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെ എവിടെയും പോയൊന്നും അലയണ്ട. അപ്പം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഗുരുദേവ കൃതിയൊക്കെ പഠിച്ച് ആഴത്തിൽ വന്ന ആളുകളൊക്കെ ഇപ്പം അതൊക്കെ മാറിയിട്ട് ഗുരുദേവ കൃതിയൊക്കെ വിട്ടിപ്പോൾ വേറെ പഠനങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പഠിക്കണത്, എവിടെ എന്ത് പഠിച്ചാലും ആ പഠിക്കണത് ഒന്നിനെയാണ് പഠിക്കണതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പഠിക്കുന്നത് കൊണ്ട് നമുക്കാണ് ആത്മപരിവർത്തനം ഉണ്ടാകേണ്ടതെന്നും നമ്മൾ വിചാരിക്കണില്ല. ഇനി അവസാനം ചൊല്ലി നാവ് തളർന്ന് ചൊല്ലാൻ പോലും പറ്റാനാവാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ആശ്വസിച്ചിരിക്കും? ഒരു ചെറിയ തത്വം പോലും വെളിച്ചമായി നമ്മളിലേക്ക് വരാതെ ചൊല്ലി നാവ് കുഴഞ്ഞ് ശരീരം തളരുമ്പോൾ നമ്മൾ ഏത് ഉറപ്പിലായിരിക്കുക? അവിടെയൊക്കെ നമ്മൾ ആത്മബോധത്തിൻ്റെ ആ ഒരു പ്രോജ്വലനം ഉണ്ടാകണം നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഗുരു സുഖേകത്വാദ് എന്നുള്ള സൂത്രം നമുക്ക് തന്നിരിക്കുന്നത്. ഗുരുദേവ കൃതികളിൽ മുഴങ്ങി കേൾക്കുന്നത് ഈ ഒരു ഉദ്ബോധനാണ്. കരയല്ലേ, തളരല്ലേ, നീ സുഖസ്വരൂപമാണ്, നീ ദുഃഖിക്കല്ലേ എന്ന് പറയുന്നു. ഓരോ അധ്യായങ്ങളും ഗുരുവിൻ്റെ ഓരോ കൃതികളിലും അത് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവത്ഗീതയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ 18-ാം അധ്യായത്തിൽ 36 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് സുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അത് 18-ാം അധ്യായത്തിൽ 36 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 തരത്തിലുള്ള സുഖമുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ: സാത്വികം, രാജസം, താമസം. അപ്പോൾ സാത്വിക സുഖം പറയുമ്പോൾ ആദ്യം നമുക്ക് വിഷം കുടിക്കണ പോലെയൊക്കെ തോന്നും, ഒത്തിരി കഠിനമായിരിക്കും. പിന്നീട് അത് നമുക്ക് അമൃത് പോലെ മധുരമാകും ആ സുഖം. ആദ്യം സുഖം ഉണ്ടാവില്ല, അതിനുശേഷം പിന്നെ നമുക്കത് ജപിക്കുക എന്ന് പറഞ്ഞാലും, ഉപാസന ചെയ്യുക എന്ന് പറഞ്ഞാലും, വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാലും ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ക്ഷേത്ര ദർശനം ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തെങ്കിലും എളുപ്പ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും കഠിനമായ പ്രയത്നത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ആദ്യം വിഷം പോലെ എന്ന് പറഞ്ഞാൽ അതാ, സഞ്ചരിക്കുമ്പോൾ പിന്നീട് തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം എന്നൊക്കെ പറഞ്ഞ് ഗീത പറയുന്നുണ്ട്. ആദ്യം വിഷം പോലെ വിഷമായിരിക്കും, പക്ഷെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നല്ല സുഖം. ആദ്യം വേദാന്തം പഠിക്കാൻ വന്നിട്ട് ടീച്ചർ എന്തൊക്കെയായിരുന്നു പറയണത്, മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറയും. പക്ഷേ പിന്നെ കേട്ട് വരുമ്പോൾ പറയും, ഇത് എന്നെക്കുറിച്ചാണല്ലോ പറയണത് അല്ലേ, ഒന്ന് കേട്ട് കളയാന്ന് ഓർക്കും. കേട്ട് വന്നപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ ഓരോ ഗ്രന്ഥങ്ങളിലും ഒക്കെ കണ്ട സാധനം തന്നെയാണല്ലോ ഗുരു 4 അക്ഷരത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോഴാണ് നമ്മൾക്ക് ഇതിനെ പിന്നെയും കേൾക്കാനായിട്ട് തോന്നുന്നത്. അടുത്തത് രാജസം പറയുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈ വേദാന്ത സൂത്ര ക്ലാസ് കേൾക്കണ നേരത്ത് എവിടെയെങ്കിലും പോയിരുന്നൊരു സിനിമ കണ്ടാലോ, അല്ലെങ്കിൽ കളി കണ്ടാലോ, അല്ലെങ്കിൽ നല്ല ആഹാരം ഉണ്ടാക്കി കഴിച്ചാലോ, നല്ല യാത്ര പോയാലോ ഒക്കെ നമുക്ക് സുഖം കിട്ടും എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും അല്ലേ. പക്ഷേ പിന്നീട് ആ സുഖങ്ങളൊന്നും നമുക്ക് സുഖം തരാണ്ടാവും. അത് വിഷതുല്യമായി പോകും. സാത്വിക സുഖം ആദ്യം വിഷം, പിന്നെ അമൃതം. ഗീതാവചനാണ് കേട്ടോ. രാജസ സുഖം എന്ന് പറഞ്ഞാൽ ആദ്യം സുഖം, പിന്നെ വിഷം. ഇപ്പോൾ നമ്മൾ സുഖമാണോ വിഷമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഓരോരുത്തരും ഒന്ന് നോക്കുക അല്ലേ. സുഖമാണെങ്കിൽ അത് എന്തിൻ്റെ സുഖമാണ് അനുഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളും ഭൗതിക വിഷയങ്ങളിലെ സുഖമാണെങ്കിൽ അത് അവസാനം നമ്മളെ ഈ വിഷസമാനമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കൂടെ അപ്പോൾ ആ അമൃതവും കൂടി ഒന്ന് രുചിച്ചു പോകണം എന്നാണ് ഗീത പറയുന്നത്. അതുപോലെ അടുത്ത താമസം പറയുമ്പോൾ ആദ്യവും അവസാനവും സുഖമില്ല. നിദ്രയും ആലസ്യവും ഒക്കെ ആയിട്ട് ആത്മാവിനെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് അല്ലെ, നിദ്ര, ആലസ്യം, പ്രമാദം
ഇതൊക്കെയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ് താമസം. അത് തുടക്കത്തിലും ഒടുക്കത്തിലും ഇരുട്ടാർന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ആനന്ദത്തെക്കുറിച്ച് ഏറ്റവും നല്ലൊരു ഭാവം ഗുരു പറയണതെന്ന് നമുക്ക് നോക്കാം എന്താന്ന്. സ്വാനുഭവ ഗീതിയിലെ ശ്ലോകമാണ് കേട്ടോ. നടനം ദർശനമായാൽ, കേട്ടിട്ടുണ്ടോ ഇത്? നടനം സുലസേന സാറ് ചൊല്ലി നോക്കിയേ. ഹൃദയ ഗ്രന്ഥം ഉണ്ടാ കയ്യില്. അതായത് നടുനില തന്നെയാണ്, സമസ്ഥിതി തന്നെയാണ് അദ്വൈത അനുഭവം എന്ന് ഗുരു പറയും. എപ്പോഴും നടുനിലയിൽ ഇരിക്കാൻ പഠിക്കണം കുട്ടി. നടുനിലയാണ് ആനന്ദം എന്ന ഗുരു പറയുന്നത്. അനുഭവ രസികതയോടെ ഈ നടുനിലയിൽ ഇരുന്ന ഗുരുവാണ് ഈ പറയുന്നത്. അതായത് നടനം ദർശനമായാൽ ഉടനെ താനങ്ങിരുന്നു നടുനിലയാം, നടുനില തന്നിലിരിക്കും നെടുനാളോ സൗഖ്യം താൻ. അതെ. അപ്പൊ ഇവിടെ ഗുരു പറയണ നടനം ദർശനമായാൽ, നിന്റെ തിരുനടനം ഉണ്ടല്ലോ, ഭഗവാന്റെ തിരുനടനം പ്രപഞ്ചമായും ജീവിതമായും ഒക്കെ ഭാവരൂപം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടനം ദർശനമായാൽ ഉടനെ താനങ്ങിരുന്നു നടുനിലയാം. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തില് ഭഗവാന്റെ തിരുനടനം, ആ ഓരോ നൃത്തച്ചുവടുകൾക്ക് അനുസരിച്ച് ഓരോ ഭാവങ്ങളായിട്ട് ഓരോ ജീവജാലങ്ങളിലൂടെ വന്നു. അതില് തൻ്റെ സ്ഥിതി എവിടെയാണെന്ന് തിരയാനാ പറഞ്ഞത്. ഈ പ്രപഞ്ചം ഒരു ഭഗവാന്റെ നടനവേദി ആണെങ്കിൽ ആ ഭഗവാന്റെ നൃത്തത്തിന്റെ ഓരോ ചുവടുകൾക്ക് അനുസരിച്ച് ഇവിടെ ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ വന്നും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുക. അതിൽ തൻ്റെ സ്ഥിതി എവിടെയാണെന്ന് അറിയുക. ഏതാണ് പറയണത്? നടനം ദർശനമായാൽ ഉടനെ താനങ്ങിരുന്നു നടുനിലയാം. ജീവിതമായും ആ ഭാവരൂപം, തൻ്റെ ജീവിതമായി ഭാവം രൂപം പൂണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ നടനമാണെന്നറിഞ്ഞാൽ, ആ നടനത്തിൽ താൻ എവിടെ നിൽക്കുന്നു, താൻ ആ നടനത്തിൻ്റെ പുറത്താണോ അകത്താണോ എന്നൊക്കെ ചിന്തിച്ചാൽ, അപ്പോൾ എന്തൊക്കെ ഭാവാന്തരങ്ങൾ ആ നടനത്തിലുണ്ടായാലും ജീവിതത്തിലുണ്ടായാലും അതിനൊക്കെ അപ്പുറത്തുള്ള സ്വരൂപമാണ് ഞാനെന്ന് ചിന്തിച്ചേക്കണമെന്ന്. ദുഃഖം വരുമ്പോഴേ എനിക്കിനി ആരുണ്ട്, എൻ്റെ ജീവിതമേ തകർന്നു, ഞാൻ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഗുരു പറയാണ്, ഈശ്വരൻ്റെ ആ നടനത്തിനനുസരിച്ച്, തിരുനടനത്തിനനുസരിച്ച് ഇവിടെ ഓരോ ജീവജാലങ്ങളും ഉണ്ടായി നിലനിന്ന് മറിഞ്ഞു പോകുമ്പോൾ ആ തൻ്റെ സ്ഥിതിയും ആ ഒരു നടനത്തിൻ്റെ ഭാവാന്തരങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പറയണം, ഈ ഭാവാന്തരങ്ങൾക്കും അപ്പുറം ഇതൊക്കെ ഉണ്ടാകാൻ ഈ നടനത്തിന് വേദിയാകുന്ന ആരാണോ ഈ നടനം കാണിക്കുന്നത് ആ സ്വരൂപമാണ് ഞാനെന്ന് ചിന്തിച്ചാൽ, ഈ ഭാവാന്തരങ്ങൾക്കും അതീതനാണ് ഞാനെന്ന് ചിന്തിച്ചാൽ നടുനിലയിലിരിക്കാമെന്ന്, സുഖസ്ഥിതിയിൽ ഉറച്ചു നിൽക്കാനാവും. ആ സാമ്യാവസ്ഥയിൽ നമുക്ക് ഇരിക്കാനാവുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഗതിവിഗതികളെയൊക്കെ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ. ഇപ്പം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷേ ഏജ് കുറച്ച് കടന്ന് കൂടി വരും തോറും നമ്മളിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ. കൂടെ ഇരിക്കുന്നവർ പെട്ടെന്ന് ഒറ്റപ്പെടും. അവർ പോയി, ഇവർ പോയി, മക്കൾ 4 വശത്തായി, ഞാൻ ഒറ്റയ്ക്കായി അല്ലേ. കൂടെ ഉണ്ടായിരുന്ന ആളും പോയി, ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി, ഇനി എൻ്റെ സ്ഥിതി എന്ത്? അങ്ങനെ പല 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 ചിന്തകൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിത സ്ഥാനം കണ്ടെത്താനുള്ള ആ സ്ഥാനമൊക്കെ നമ്മൾ തേടി തുടങ്ങും. ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയണത്, അതിൽ നിന്നും വ്യത്യസ്തയൊന്നുമല്ല. അപ്പോൾ ഗുരു നമ്മളെ ഉപദേശിക്കുകയാണ്, നിങ്ങളിങ്ങനെ വിഷമിക്കണ്ട. ആ ഭഗവാന്റെ തിരുനടനത്തിൽ പെട്ട കളികളാണ് ഇവിടെ നടക്കുന്നത്. ആ തിരുനടനത്തിൽ വരുന്ന ഓരോ ഭാവമുഖങ്ങളാണ് നമ്മുടെ ദുഃഖമായും സന്തോഷമായും സുഖമായും ഹൃദയം പൊട്ടുന്ന വേദനയായും പറ്റിക്കലായും വഞ്ചനയായും ഒക്കെ ആ ഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി മറിഞ്ഞ് എത്രയോ അനുഭവിച്ച് തീർത്തു നമ്മൾ ആ ഭാവങ്ങൾ അല്ലേ. അപ്പം ഇങ്ങനെ മാറി മറിയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ മാറി മറിച്ചിലുകൾക്കൊക്കെ അപ്പുറമായ സ്വരൂപമാണ് ഞാൻ എന്ന് ചിന്തിച്ചാൽ മാറൽ എൻ്റെ സ്വരൂപത്തിനില്ല. ഏതൊരു ഉരുവിലാണോ ഉടലിലാണോ ഈ ആത്മചൈതന്യം പ്രതിബിംബിച്ചിരിക്കുന്നത്, ആ ഉടലിനാണ് ഈ ഭാവാന്തരങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ.
ആത്മചൈതന്യത്തിന് ഒരു മാറ്റവും വരില്ല. ഞാൻ ആ സമസ്ഥിതിയാണ്, ആ നടുനിലയാണ്. ആ നടുനിലയിലേക്ക് പ്രകാശിച്ചിരിക്കുന്ന ആ ചൈതന്യത്തിന് മാറ്റം വരില്ല. ഞാൻ ആ നടുനിലയാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നമുക്കിവിടെ പരമാനന്ദം അനുഭവിക്കും. അതാ ഗുരു പറഞ്ഞ നടുനില തന്നിലിരിക്കും നെടുനാൾ ഒന്നായി അവനു സൗഖ്യം താൻ. നടുനിലയിൽ നെടുനാളിരിക്കുന്നവന് സൗഖ്യം വരുന്നു. ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ യസ്മിൻ നിത്യസുഖാംബുദോ ഗളിതതീർ ബ്രഹ്മൈവന ബ്രഹ്മവിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാമമ. അത് നമ്മൾ വിട്ടുപോയി പറയാം. ദേവാദിദേവന്മാർ പോലും ആ ഗുരുവിന്റെ പാദങ്ങളിൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഏത് പരമസത്യത്തെ അറിഞ്ഞ് സത്യമായി മാറിയ ഗുരുവിനെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടിയാലും നമുക്ക് അതൊന്നും പോരാ. അത് കാരണം അതിന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കി പോകും. കാരണം അവിടെ ആകുമ്പോൾ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ ശാന്തിയും മൗനവും ഉള്ളൂ, അല്ലേ? ആ മൗനം നമുക്ക് പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യലും, കുറച്ച് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉള്ളിടത്ത് പോകണം. അവിടെ പോയാൽ ഇനി അവിടെ തന്നെ വലിയ പ്രൗഢിയും പ്രതാപമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പോയാലായിരിക്കും കാര്യം നടക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ദേവന്മാർക്ക് പോലും നമ്മൾ എന്ത് ഉച്ചനീചത്വ ഭാവം കൽപ്പിക്കുന്നുണ്ടെന്നറിയോ? ദേവന്മാർക്ക് പോലും, ദേവസങ്കല്പങ്ങൾക്ക് പോലും ഉച്ചനീചത്വം കൽപ്പിച്ചുകൊണ്ട് ഓടുവാണ്. ഞാൻ ഓർക്കുന്നു, വളരെ കുട്ടിക്കാലത്തൊക്കെ ഗ്രാമപ്രദേശത്തൊക്കെ വളർന്നുകൊണ്ട് ഒരു കൃഷ്ണക്ഷേത്രം ഉണ്ടായിരുന്നു കുഞ്ഞിലെ. അടുത്തുള്ള ക്ഷേത്രമാണ്. അപ്പോൾ എന്നും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുഞ്ഞിലെ മുതൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർക്കുക, അവിടെ ഒരു കൃഷ്ണക്ഷേത്രമാണെങ്കിൽ ആ ഒരു എന്ത് ശാന്തതയും ഏകാന്തമായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയി നമ്മൾ നിൽക്കുമ്പോൾ അനുഭവം ആ ഒരു കുഞ്ഞ് ഒരു പ്രാണിയുടെ ചലനം പോലും നമ്മൾ അറിയില്ലാത്ത തരത്തിലുള്ള മൗനമായി പോകുന്ന ഒരു അനുഭവം കുഞ്ഞിലേ തന്നെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബഹളമില്ലാത്ത ശാന്തമായി നമുക്ക് ഇരിക്കാൻ പറ്റിയ ഇടങ്ങളാണ് നമുക്ക് ആരാധനയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ ബഹളമുള്ളിടത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മാറാൻ പറയും, അല്ലേ? അപ്പോൾ ക്ഷേത്രത്തിലൊന്നും പോകണ്ടെന്നല്ല, അതൊക്കെ നിങ്ങൾ പൊക്കോളൂ. പോകുമ്പോഴും സത്യം അറിഞ്ഞിട്ട് പോകണമെന്നേ പറയാനുള്ളൂ. അവിടെ നിന്ന് കണ്ണടക്കുമ്പോൾ ഇവിടെ തെളിയണം. ഇവിടെ ഒന്ന് തെളിഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെ ഓടി നടന്നിട്ടും കാശും നഷ്ടം, ആരോഗ്യവും നഷ്ടം, പിന്നെ വേറെ ഒന്നും ഒട്ടും അതുകൊണ്ട് കിട്ടാനുമില്ല. അപ്പോൾ ഒരു നിവേദനം അവിടെ വെച്ചിട്ടും പോരണ്ട. കാരണം നിവേദനം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഉണ്ടാകേണ്ടി വരേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇതൊന്ന് സമാപിച്ചേക്കാം. അപ്പോൾ സുഖേകത്വാതെന്നാണ് നമ്മുടെ സൂത്രം. സുഖമേകമായിരിക്കുകയാൽ എന്നാണ്. സുഖത്തിന് ഏകതയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യേണ്ടത് ഗുരുവിൻ്റെ, അത് ഇനി ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞിട്ടുള്ളത് ഭക്തി ദർശനത്തിലെ ആനന്ദത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടില്ലേ? ഭക്തൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആനന്ദമാണ്, ഞാൻ സുഖമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് ആര് കരുതുന്നു അവനാണ് ഭക്തൻ എന്ന് പറഞ്ഞു. ഇനി ആത്മാവും ആനന്ദവും ആത്മാവും ബ്രഹ്മവും എന്നൊക്കെ പറയണത് ഒന്ന് തന്നെ എന്ന് ആര് കരുതുന്നു അവനാണ് ഭക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനന്ദ സ്വരൂപികളായ നാം ഭക്തി ചെയ്യുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപനായ ആ ജഗദീശ്വരന്റെ ആനന്ദം തന്നെയാണ് നാം എന്നും ആ ആനന്ദത്തെ ദുഃഖപൂരിതമാക്കരുതെന്നും ഇവിടെ എന്താ പറയുക, സർവദായകമായ സുഖവസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. എത്രയോ ഉപനിഷത്തുക്കളിൽ ഈ തത്വം പറഞ്ഞിരിക്കുന്നു. എല്ലാം ഉണ്ടായിട്ട് അവസാനം ഈ ജീവിതം ഉപേക്ഷിച്ച് പോകാൻ, ഈ ഭൗതിക ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് പോകാനൊരുക്കുന്ന ആ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്ന ഒരു വലിയ ഖണ്ഡികയുണ്ട്. അപ്പോൾ സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കുക എല്ലാം ചെയ്തോ, പക്ഷേ ഈ എന്താണ് അങ്ങ് എന്തിനാണ്, എന്ത് നേടാനാണ് ഈ തപസ് എന്ന് ചോദിക്കുമ്പോഴാണ് പറയണത് സുഖം. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇങ്ങനെ മൈത്രേയിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പുത്രനെ നീ ആഗ്രഹിക്കുന്നു, പക്ഷെ പുത്രനാണോ സുഖം തരുന്നത്? പുത്രനെ നീ സ്നേഹിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന സുഖം ആത്മസുഖ.
ധനത്തെ നീ സ്നേഹിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖം ആത്മസുഖമാണ്. ഭർത്താവിനെ നീ പത്തിഹൂകാമായ പതിഹി പ്രിയഭവതി, അതിനെ ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ ഇത്ര നാൾ എന്നെ സ്നേഹിച്ചത്. നിന്റെ ആത്മാവിനെ സ്നേഹിച്ചിട്ടുള്ളൂ. ധനത്തോടുള്ള സ്നേഹം കൊണ്ടാണോ നീ ധനത്തെ ഇഷ്ടപ്പെട്ടത്? അല്ല, ധനം നിനക്ക് സുഖം തരുന്നതുകൊണ്ടാണ്. ഇനി പശുക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണോ നീ പശുവിനെ സ്നേഹിച്ച്? അല്ല, ആ ധേനുക്കൾ നിനക്ക് പാലും തൈരും ഒക്കെ തന്ന് നമ്മളെ ഇവിടെ അന്നം തന്ന് ഊട്ടുന്നത് കൊണ്ട് നിനക്ക് അതിനെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാതും അവന് ആത്മാവിൻ്റെ പ്രിയമാണ് ഈ ഭൗതിക വസ്തുക്കൾ എല്ലാം തരുന്നതെങ്കിൽ ആത്മാവിനെ അല്ലേ അന്വേഷിക്കേണ്ടത്? പുറത്തെ വസ്തുക്കളെയാണോ തേടിപ്പോയി അന്വേഷിച്ച് കൂട്ടേണ്ടത്? സുഖദായക വസ്തു ആത്മാവാണെങ്കിൽ നീ ആത്മാവിനെ അല്ലേ മൈത്രേയി തിരയേണ്ട? ആത്മാവാരെ ശ്രോതവ്യ മന്തവ്യ ദ്രഷ്ടവ്യ നിധിധ്യാസിതവ്യ. ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. നീ ആത്മാവിനെ കേൾക്കണം, വിചാരിക്കണം, പറയണം, ഉറപ്പിക്കണം. സത്യമല്ലേ അത്? എല്ലാതും സുഖമാണ് തരണമെങ്കിൽ വസ്തു അമ്മയൊക്കെ നമുക്ക് പരിപാലിച്ച് അച്ഛനമ്മമാർ നമ്മളെ ഓമനിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവരോടൊക്കെ ജീവനാണ്. പക്ഷെ അവർക്ക് ആവതില്ലാതെ വരുമ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ആ ആനന്ദം ദുഃഖമായിട്ട് മാറി. നമ്മളെപ്പോഴും നമ്മുടെ സുഖമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞ പോലെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിലും മതമേകം. സുഖത്തിൻ്റെ ഒരു മതം മാത്രമേ ഉള്ളൂ, ആ സുഖം ആത്മനിഷ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂത്രം ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ